ഗൗതമേ, സുഖാണോടാ? പിന്നെ ജയിലിന്റെ അകത്തല്ലേ സുഖം. പോലീസുകാർ നിന്നെ ഉപദ്രവിക്കുകയായിരുന്നോ? ഏയ്, അങ്ങനെയൊന്നുമില്ലടാ. നമ്മുടെ ബോസിന്റെ ആൾക്കാർ തന്നെയാ പോലീസ്. നമ്മുടെ ബോസ് പറഞ്ഞാൽ പിന്നെ നിയമത്തിന് പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്കിടയ്ക്ക് ആൾക്കാരെ കൊല്ലാതെയും അവരുടെ ചോര കാണാതെ ഇരിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാറില്ലേ? അത് മാത്രമേ ഉള്ളൂ ഈ ജയിലിന്റെ ഒരു കുഴപ്പം. അല്ല, നിങ്ങൾക്ക് പുതിയ മിഷൻ വല്ലതും കിട്ടിയായിരുന്നോ? അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ നീ ജയിലിലായതിനു ശേഷമല്ലേ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത്. അതുകൊണ്ട് നിന്റെ കേസ് ഒന്നും അറിയാൻ പറ്റിയില്ല. ഓ, എന്റെ കേസ് മൊത്തത്തിൽ നശിപ്പിക്കാൻ തന്നെയാ ഞാൻ ഈ പരോളിന് ഇറങ്ങിയത്. പിന്നെ ഒരു കാര്യം, നിന്റെ കാര്യം വേഗം നടത്താൻ ഞങ്ങൾ കൂടെ ഹെൽപ്പ് ചെയ്യാം. എന്നിട്ട് ഇപ്പോ ബോസ് തന്ന ഈ മിഷനിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ കണ്ടുപിടിക്കാണ്ട്. അതിന് നിന്റെ ഹെൽപ്പ് വേണം. അത് നിന്നെ കൊണ്ടേ പറ്റൂ. അതൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ മിഷൻ എന്താണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. മിഷൻ വേറൊന്നും അല്ലടാ. ഫേക്ക് ഐഡി വെച്ച് ഞങ്ങൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. നിനക്കറിയാലോ, ഇപ്പൊ ഞാൻ ജെറിനല്ല, ജെറിയ. ജെറിയോ? ഓ, അപ്പൊ മിഷൻ സീരിയസ് ആണല്ലേ? പേര് വരെ മാറ്റണമെങ്കിൽ അത് നിസ്സാര കാര്യം ആയിരിക്കില്ലല്ലോ. ഗൗതമേ, അവ മാത്രമല്ല പേര് മാറ്റിയത്. ഞാനിപ്പോ ഡെയിനല്ല, റഷ്യ. പിന്നെ നമ്മുടെ ഡെർക്കില്ലേ, അവൻ ഡാനിയലും. പിന്നെ നമ്മളെ ഡേവിഡ് ഇല്ലേ, അവൻ ജിജയും ആണ്. എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? അല്ല, നിങ്ങൾ എന്തിനാ ആ കമ്പനിയിൽ കയറിയത്? എടാ, ആ കമ്പനിയില്ലേ, നമ്മൾ ഇല്ലീഗലായി ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന എംഫോർടെക്കിന്റെ പ്രോപ്പർട്ടിയുടെ പകുതി ഓണർഷിപ്പ് അവരുടെ കയ്യിലാണ്. അതിപ്പോ മൊത്തമായി അവരുടെ കയ്യിലാണ്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഇല്ലീഗലാണെന്ന് തെളിയിച്ചാൽ അവർക്ക് നമ്മുടെ ആ 7 ഏക്കർ പ്രോപ്പർട്ടിയും അവർക്ക് കിട്ടും. പോരാത്തതിന് ആ പ്രോപ്പർട്ടിയിൽ അവര് ഹോസ്പിറ്റലാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ പിന്നെ നിനക്കറിയാലോ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ കണ്ടീഷൻ മോശമാവും. നമ്മളിപ്പോ നമ്മുടെ ഫാർമസി വഴി നടത്തുന്ന നർക്കോട്ടിക്സിന്റെയും പിന്നെ മെഡിസിന്റെയൊക്കെ മാർക്കറ്റിംഗ് ഫുൾ റിവീലാവും. അതുകൂടാതെ പുതിയൊരു ഹോസ്പിറ്റൽ ആ ഏരിയയിൽ വന്നാൽ പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെ എണ്ണം കുറയും. പിന്നെ നിനക്കറിയാലോ, ഓർഗൻ സെല്ലിംഗ്, അത് വൻ നഷ്ടത്തിലാകും. അത് ശരിയാ, കേസ് അപ്പൊ നിസ്സാരമല്ലല്ലോ. ഈ കേസ് അത്ര നിസ്സാരമല്ല. പിന്നെ നിനക്കറിയാലോ, ബോസിന്റെ പ്ലാൻ പ്രകാരം ആ ബാങ്ക്ടൺ കമ്പനി ഈ മുംബൈയിലെ തന്നെ നമ്പർ 1 ബിസിനസ് എന്റർപ്രീനർഷിപ്പ് കമ്പനിയാണ്. എന്തായാലും അവന്മാരും നമ്മുടെ പ്രോപ്പർട്ടിക്ക് വേണ്ടി കളിക്കുകയല്ലേ. അതുകൊണ്ട് ബോസിനൊരു ആഗ്രഹം ആ നമ്പർ 1 കമ്പനി ഒന്ന് സ്വന്തമാക്കണമെന്ന്. അതിനാദ്യം ആ കമ്പനിയുടെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട ഫയല് വേണം. ആ ഫയൽ എടുക്കാനാ അവിടുത്തെ എംപ്ലോയീസ് ആയിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നേ. ഇന്നലെ സ്റ്റോക്ക് റൂം വരെ കയറി നോക്കി. ബട്ട് അവിടെ ഒരിടത്തും ആ ഫയൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അല്ല, സാധാരണ എല്ലാ കമ്പനിയുടെയും പ്രോപ്പർട്ടി ഓണർഷിപ്പ് അവരുടെ കമ്പനിയിലെ സിഇഒയുടെ കയ്യിലല്ലേ ഉണ്ടാവുന്നേ. പിന്നെന്താ ഇവിടെ ഇല്ലാത്തേ? അത് തന്നെയാ ഞങ്ങൾക്കും അറിയേണ്ടത്. 1 മാസം അടുപ്പിച്ച് ഞങ്ങൾ ആ കമ്പനിയിൽ ജോലി ചെയ്തു. പക്ഷേ ഒരു തെളിവ് പോലും ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല. പിന്നെ ബോസ് ആ കമ്പനിയിൽ ഞങ്ങളെ കയറ്റിയത് ഈ ഫയൽ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാനാ. പക്ഷെ ഇപ്പോ ആ ഫയൽ ബോസിന് വേണ്ടി കണ്ടുപിടിച്ചാൽ മാത്രം പോരാ ഞങ്ങൾക്ക്. പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന്? യെസ് ഗൗതം, 4 ബേബി ഗേൾസ്. എന്ത് ബേബി ഗേൾസോ? നിനക്കൊക്കെ എന്താടാ? നീയൊക്കെ എത്ര പെൺകുട്ടികളെ കാണുന്നതാ? എന്നിട്ട് യൂസ് ചെയ്ത് കളയുന്നതല്ലേ? പിന്നെന്താ ഇവളുമാർക്കൊരു പ്രത്യേകത? അതിന് നീ അവരെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഇതുവരെ കണ്ട പോലത്തെ ഒരു ഗേൾസ് അല്ലടാ അവര്. ഓ, അതിന് മാത്രം എന്താ ഇവർക്ക് ഇത്ര പ്രത്യേകത? ഗൗതമേ, നിനക്കൊരു കാര്യം അറിയോ? ബോസ് അന്വേഷിക്കാൻ പറഞ്ഞ ഫയലിനെക്കാട്ടിലും മിസ്റ്റർ നടന്നതാണ് ഈ ഗേൾസിന്റെ കാര്യം. എന്തായാലും നീയൊക്കെ എന്തേലും വേണമെന്ന് കരുതിയാ പിന്നെ അത് എങ്ങനെയെങ്കിലും നേടുന്നതാണല്ലോ നിങ്ങള്. പിന്നെ എന്താടാ? ഇല്ല ഗൗതമേ, ഇവര് ഞങ്ങൾക്ക് വേണ്ടത് 1 ഡേ നൈറ്റിനോ പ്ലഷറിനോ വേണ്ടിയല്ല. പിന്നെ ലൈഫ് ലോങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, അതും ഞങ്ങളുടെ ഭാര്യമാരായിട്ട്. ഓ, അപ്പൊ നിങ്ങൾക്ക് ഇവളന്മാര് 4 അസ്ഥിക്ക് പിടിച്ചിരിക്കുവാണല്ലേ? അസ്ഥിക്ക് പിടിച്ചതല്ലടാ, അവര് 4 പേരും ഞങ്ങൾക്ക് ഭ്രാന്ത. ഒരു തരത്തിൽ പറഞ്ഞ ലഹരിയേക്കാൾ കാഠിന്യമേറിയത്. ബട്ട് അവരെ ഞങ്ങളുടേതാക്കുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എടാ, അവരെ സംബന്ധിച്ച് എന്തോ ഒരു മിസ്റ്ററി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതൊക്കെ നിനക്ക് മനസ്സിലാവണമെങ്കിൽ ആ കമ്പനിയിൽ ഞങ്ങൾ കയറിയത് തൊട്ടുള്ള മൊത്തം കാര്യം നീ അറിയണം. അത് ശരിയാ. അതിന് ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നീ വാ, നമുക്ക് ഏതെങ്കിലും ബാറിൽ പോവാം. അത് തന്നെ, നീ വന്നതല്ലേ, നമുക്ക് 2 അടിച്ചിട്ട് കാര്യങ്ങൾ പറയാം. എന്നാ വാ, നമുക്ക് പോവാം. നവി, എന്താടാ രാവിലെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? കാർത്തിയേട്ടാ, ഒരു കേസിന്റെ കാര്യം സംസാരിക്കാനായിരുന്നു. എന്ത് കേസിനെ പറ്റിയാ? അത് പിന്നെ ഇന്നലെ സ്റ്റേഷനിൽ വേദയും കാവ്യയും അവരുടെ ഫ്രണ്ടിന്റെ അനിയത്തിയുടെ മിസ്സിംഗ് കേസ് പറയാൻ ആ കുട്ടിയുടെ അച്ഛനുമായിട്ട് വന്നു. ഓക്കെ, ഈ മൂവർ സംഘം കടത്തിക്കൊണ്ടുപോയപ്പോഴുള്ള CCTV ഫുട്ടേജ് കിട്ടിയതല്ലേ? അപ്പോ അവരുടെ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടോ? അതെ നവി,
ഞങ്ങളുടെ കേസിലെ പ്രതികളായി സംശയിക്കുന്നതും ഈ DK ഗ്രൂപ്പിലെ ആൾക്കാരെയാണ്. അപ്പോ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കും കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോട്ടോ ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ തന്നെ കിട്ടും. കാരണം CCTVയിൽ ഇവരുടെ മുഖം ബ്ലറാണ്. സോ ക്ലിയർ ആയിട്ടുള്ളത് എന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തേക്കാം. ശരി, എന്തായാലും ഇന്ന് എവിഡൻസ് ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരിടത്ത് പോകുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അവന്മാരെ സംബന്ധിച്ച കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടാതിരിക്കില്ല. അത് ശരിയാ. നമ്മുടെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത് DK ഗ്രൂപ്പാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് തെളിവുകൾ അവരെ സംബന്ധിച്ച് കിട്ടുകയാണെങ്കിലും എന്നെ അറിയിക്കണം. പിന്നെ ഞാനിന്ന് എക്സൈസ് ഓഫീസർ രാമുമായിട്ട് സർച്ചിങ്ങിന് പോകുന്നുണ്ട്. സോ എന്തെങ്കിലും ഹിന്റ് കിട്ടാതിരിക്കില്ല എങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. അത് നമ്മുടെ കേസ് കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കാൻ സഹായിക്കും. ശരി നവി, ഞാൻ അയച്ചേക്കാം. എന്നാ ശരി കാർത്തികേട്ടാ, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. നിതിനെ ഞാനൊന്ന് ഇറങ്ങുക. ശരി നവി, പോയിട്ട് വാ. കിരണേട്ടാ, ഫ്രഷ് ആയില്ലേ? പെട്ടെന്ന് താഴെ വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് തരാം. ഞാൻ എന്താ വരുവാടി, ഒരു 10 മിനിറ്റ്. അല്ല, എന്റെ കുക്കുമോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? ഇല്ല, കിരണേട്ടൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. കുക്കു, എന്താ നീ ഇങ്ങനെ? എങ്ങനെയെന്ന്? അല്ല, നിനക്ക് ഫുഡ് കഴിക്കാൻ എന്താ ഇത്ര മടി? ഞാൻ എത്ര പ്രാവശ്യം പറയണം ആഹാര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ? കുക്കു, ആരോഗ്യം അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, കേട്ടല്ലോ? നീ നിന്റെ ആരോഗ്യമൊന്നും നോക്കാതെ ഇങ്ങനെ നടന്നോ? ഞാൻ കെയർ ചെയ്യുന്നത് കൊണ്ടാ നീ ഇങ്ങനെയെങ്കിലും ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്റെ പൊന്നു കിരണേട്ടാ, എനിക്ക് വയ്യ ഇങ്ങനെ കെയർ ചെയ്യാതെ. ഞാൻ 1 വയസ്സുള്ള കുഞ്ഞൊന്നും അല്ലല്ലോ. കുഞ്ഞിനേക്കാൾ കഷ്ടമാ നിന്റെ കാര്യം. കുക്കു, ഇങ്ങനെ ആയാൽ ശരിയാവില്ല കേട്ടോ. നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ നിനക്ക് ഫുഡ് എടുത്തു തരാം. നിങ്ങൾക്ക് എന്താ മനുഷ്യ ഇങ്ങനെ കെയർ ചെയ്യണ്ട പ്ലീസ്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ ഫുഡ് എടുത്തു തരാം. ഒരു ശ്രദ്ധയില്ല. ദൈവമേ, ഇത് എന്തുവാ? Don't talk. Come with me. ഞാൻ വിചാരിച്ച് എനിക്ക് മാത്രമായിരിക്കും ഇങ്ങനെയെന്ന്. അപ്പൊ എനിക്ക് മാത്രമല്ല, എല്ലാത്തിനും നിളവി കിടക്കുക. അർജുനേട്ടാ മതി, വയറ് നിറഞ്ഞു. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നിനക്ക് എന്താ ഫുഡ് കഴിക്കാൻ ഇത്ര മടി? ഇനി നിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മതി നീ എന്റെ കാര്യം നോക്കുന്നത്. ഒരു വക കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഇതാ കഴിക്കാൻ. എന്റെ പൊന്ന് അർജുനേട്ടാ പ്ലീസ് മതി, ഒന്ന് നിർത്ത്. എന്റെ വയറ്റിൽ ഇനി ഒരു സ്ഥലം പോലും ഇല്ല. ഒന്ന് നിർത്ത് മനുഷ്യ. ഇനി നിങ്ങൾ കഴിച്ചോ. ഒരുപാട് നേരമായില്ലേ നിങ്ങൾ എന്നെ ഊട്ടാൻ തുടങ്ങിയിട്ട്. ഇനി നിങ്ങൾ കഴിക്ക്. ശരി ശരി, ഇനിതാ ഈ ഒരു ഗ്ലാസ് പാല് കൂടെ കുടിച്ചിട്ട് എന്റെ കാവ്യ എണീറ്റ് പൊക്കോ. അയ്യോ, ഇനി ഇത് കുടിക്കാനുള്ള സ്ഥലം ഇല്ല ഏട്ടാ എന്റെ വയറ്റില്. അതൊന്നും എനിക്കറിയണ്ട. മര്യാദക്ക് നീ ഇത് കുടിച്ചേ. ദൈവമേ, എനിക്ക് ഇതിലും വലുത് എന്തോ വരാനിരുന്നതാ. കാവ്യ, നിന്റെ കെയറിങ് കഴിഞ്ഞെങ്കിൽ നോമൊന്ന് ഉപവിഷ്ടയാവട്ടെ. അടുത്ത് നോമിന്റെ ഊഴമാണ്. നന്നായി വരും. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. പിന്നെ ആയുഷ്മാൻ ഭവന്തു. നന്ദിയുണ്ട്. അർജുനേട്ടാ, ഇവർക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. ശരിയാടാ കിരണേ, എല്ലാത്തിനും ഇനി നമ്മളുടെ ഒരു കണ്ണെത്തണം. ഇനി മുതൽ ഇവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി അത് നമുക്ക് ഏറ്റെടുക്കണം. നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. നല്ല കാര്യം. അങ്ങനെയാണല്ലേ? എങ്കിലേ ഉടനെ തന്നെ 4 ICU പറഞ്ഞു. ഉടനെ ആവശ്യം വരും. മരണേട്ടാ എണീക്ക്, സമയം ഒരുപാടായി. മരണേട്ടനെ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് എണീക്കാവേ. ദേട്ടാ, സമയം എത്രയായെന്ന വിചാരം? എത്രയായി സമയം? സമയം ഇപ്പൊ 8:30 ആയി. 9:30 ഓഫീസിൽ പോകാനുള്ളതല്ലേ? എണീറ്റ് റെഡിയായേ. എന്നിട്ട് പെട്ടെന്ന് വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു തരാം. അല്ല, നീ റെഡി ആയായിരുന്നോ? ഞാൻ ദേ കുളിച്ച് റെഡിയായി. ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാ. നിങ്ങൾ വന്നേ, ഞാൻ ഇടന്ന് വീണ്ടും ഉറങ്ങാതെ. നീ കുളിച്ചായിരുന്നോ? നീ എന്തിനാ എന്നോട് പറയാതെ കുളിച്ചേ? അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാണല്ലോ കുളിക്കുന്നേ. അതുകൊണ്ടെന്താ ഇനി മുതൽ ഞാനാ നിന്നെ റെഡിയാക്കുന്നേ. എന്ത്? അല്ല എന്തിനെ? എനിക്കും കൈയും കാലും ഇല്ലേ കുളിച്ച് റെഡിയാവാൻ? അതൊന്നും എനിക്കറിയണ്ട. വാ, നമുക്ക് കുളിക്കാം. അയ്യേ, എന്നെ വിട്ടേ. നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാ മനുഷ്യ? ഞാൻ ഒരിക്കൽ കുളിച്ചതാ. അതൊന്നും എനിക്കറിയണ്ട. നീ ഇങ്ങോട്ട് വന്നേ. നിന്നെ ഇനി മുതൽ ഞാനാ റെഡിയാക്കുന്നേ. നാളെ മുതൽ ഞാൻ എണീറ്റിട്ടേ നീ എണീക്കാവൂ. എന്ന് വെച്ചാൽ നാളെ മുതൽ ഉച്ചയ്ക്ക് ഓഫീസിൽ പോയാൽ മതിയെന്ന്. നീ വന്നേ ഇങ്ങോട്ട്, നമുക്ക് റെഡി ആവണ്ടേ? നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നേ, ഞാൻ റെഡി ആയതാ. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. അയ്യോ പറഞ്ഞേട്ടാ, എന്നെ തറയിൽ ഇറക്ക് പറഞ്ഞേട്ടാ. എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ പറഞ്ഞേട്ടാ. ഇല്ല, ഞാനേ നിന്നെ സ്നേഹിക്കും.
മോളെ നേഹോ, റെഡി ആയോടി? ആ റെഡി ആവുന്നു ഏട്ടാ. അയ്യോ, എന്റെ മോള് ബുദ്ധിമുട്ടുണ്ട്, ചേട്ടൻ റെഡിയാക്കി തരാം, ഇന്ന് വന്നേ. വേണ്ട ഏട്ടാ, ഞാൻ റെഡി ആയിക്കോളാം. അങ്ങനെ പറയല്ലേ. ഇനി എന്റെ നേഹമോളുടെ കാര്യം ഈ ഏട്ടനാ നോക്കാൻ പോകുന്നേ. ഇന്ന് എന്റെ നേഹമോളെ ഈ ഏട്ടനൊരുക്കും. വേണ്ട മനുഷ്യ, ഞാൻ റെഡി ആവാം. ദേ ഞാനാണെങ്കിൽ റെഡിയായി തീരാറുമായി. അതിനെന്താ, നമുക്ക് ഒന്നുകൂടെ ഒരുങ്ങാം. നീ ആ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് എടുത്തേ, ഏട്ടോ ഒന്ന് ഒരുക്കട്ടെ നിന്നെ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ എന്നെ ഒരുക്കിയാല് ഇപ്പൊ ഉള്ള ഈ കോലം മാറി ഞാൻ വേറെ എന്തേലും ആവും. അങ്ങനെ പറയല്ലേ നേഹുസേ. നീ ആദ്യം ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി, എന്നിട്ട് ഇതാ ഇതിട്ടേ. അല്ല, ഞാനിപ്പോ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? അത് പിന്നെ ഇന്ന് ഈ കളർ നീ ഇടണ്ട, ഈ കളർ ഇട്ടാ മതി. ഇത് നീ ഇട്ടിട്ട് വാ, എന്നിട്ട് വേണേ എനിക്ക് നിന്നെ ഒരുക്കാം. പെട്ടെന്ന് ഇട്ടിട്ട് വാ. അല്ല, നിങ്ങൾക്കിത് എന്താ പറ്റിയേ? ഇതൊക്കെ കെയറിങ് ആണോ? ഇങ്ങനെയൊന്നും കെയർ ചെയ്യല്ലേ എന്റെ പൊന്ന് കൃതികേട്ടാ. മോളെ നേഹുസേ, കേറിങ്ങനെ ഒരു അല്പം പോലും ദാക്ഷിണ്യം ഈ ചേട്ടൻ കാണിക്കില്ല. എന്റെ പൊന്ന് കൃതികേട്ടാ, ഈ ഡ്രസ്സ് മതി, എനിക്കിനി വയ്യ ഇത് ചേഞ്ച് ചെയ്യാൻ. മോക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വയ്യേ? എങ്കിൽ പിന്നെ ഇങ്ങ് വാ, ചേട്ടൻ മാറ്റിത്തരാം. അയ്യോ വേണ്ട, ഞാൻ തന്നെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇന്നെന്തോ എന്റെ സമയം ശരിയല്ലെന്നാ തോന്നുന്നേ. ആ വേദ, എന്താടി ലേറ്റ് ആയേ? ആ കുക്കു, ഞാൻ റെഡി ആവുമായിരുന്നടി, അതാ ലേറ്റ് ആയേ. അല്ല, അതിന് നീ നേരത്തെ റെഡി ആയതാണല്ലോ, പിന്നെന്താ? കുക്കു, ഞാൻ ഈ മനുഷ്യനെ കൊണ്ട് തോറ്റടി. ഇതിപ്പോ എന്റെ രണ്ടാമത്തെ കുളിയും ഡ്രസ്സും ഒക്കെയാ. ഓ അങ്ങനെ. ഓ, ഇത് കെയറിങ്ങിന്റെ പാർട്ടായിരിക്കും തീർച്ചയായും. ആഹാ, ദേ അടുത്ത ആള് വരുന്നുണ്ടല്ലോ. അല്ല നേഹ, നിനക്കിത് എന്ത് പറ്റി? ആകെ ടയേർഡായിരിക്കുന്നുണ്ടല്ലോ. എങ്ങനെ ടയേർഡാകാതിരിക്കും? ഇതെന്റെ 10ാമത്തെ ഡ്രസ്സാ. ഇതും പോരാഞ്ഞിട്ട് 2 മണിക്കൂർ മേക്കപ്പും ഉണ്ടായിരുന്നു. ഓ, ഇതിലും ഭേദം എന്റെ വരണേട്ടൻ തന്നെയാ. കുക്കു മോളെ, നീ കഴിച്ചോ? എന്റെ പൊന്നു മനുഷ്യൻ, എന്റെ വയറിപ്പോ പൊട്ടിത്തെറിക്കും. എനിക്ക് മതി. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ആകെപ്പാടെ കുറച്ച് കഴിച്ചതേ ഉള്ളൂ. അതിനു മുമ്പ് വയറ് നിറഞ്ഞെന്നോ? ദേ മനുഷ്യ, 8 ഇഡലിയാ ഞാൻ ഒറ്റ എരിപ്പിലിരുന്ന് കഴിച്ചത്. അത് കുറഞ്ഞു പോയല്ലേ? അല്ല, സാധാരണ നിന്റെ കണക്കനുസരിച്ച് അതൊരു 10 ആണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാവ്യ, ആ ഇഡലി ഇങ്ങെടുത്ത് തന്നെ ഏട്ടന്. ആ ഇതായിട്ടാ, മതിയോ? മതി വൈഫി. അല്ല, നീ കഴിക്കുന്നോ? മിണ്ടാതെ തിന്നിട്ട് എണീറ്റ് പോ മനുഷ്യ. ഇവിടെ മനുഷ്യന് വയറ് നിറഞ്ഞ് എണീക്കാൻ പോലും വയ്യ, അപ്പഴാ അങ്ങനെ ഒരു ഇഡലി. വേദൂസേ, നീ എന്തോ നോക്കി നിക്കുവാ? ഇങ്ങ് വന്നേ, ഇവിടെ വന്നിരുന്നേ, ഏട്ട ഫുഡ് തരട്ടെ. ഓ, ഞാൻ കഴിച്ചോളാം എന്റെ പൊന്നു വരണേട്ടാ. ഉവ്വ്, നീ കഴിക്കും ഒരുപാട്. കുറച്ച് കഴിച്ചിട്ട് മുങ്ങാനല്ലേ. ഇന്ന് ഞാൻ വിളമ്പി തരുന്നത് മുഴുവനും നീ കഴിക്കണം, എന്നിട്ടേ നീ ഇവിടെ നിന്ന് പോവുള്ളൂ. വാ, വന്നിരിക്കെ, ഏട്ടൻ വാരിത്തരാം. അയ്യോ വേണ്ടേട്ടാ, ഞാൻ കഴിച്ചോളാം. എന്ത് വേണ്ടാന്ന്? ഞാൻ പറയുന്നത് പോലെ അങ്ങ് അനുസരിച്ചാ മതി. ഓ, ഇങ്ങനെ കൊണ്ട്. നേഹ, എന്താ നീ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? എന്റെ ഭാര്യക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമല്ലേ? വന്നേ, ഇങ്ങോട്ട് വന്നിരിക്കെ, ഏട്ട ഫുഡ് വാരിത്തരാം. അയ്യോ വേണ്ടേട്ടാ, ഞാൻ തനിയെ കഴിച്ചോളാം. ഓ, പതുക്കെ പതുക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോ മതിയെന്ന് പറഞ്ഞ് എണീക്കാനല്ലേ? നടക്കില്ല. തീരുമാനമായി. ഇന്ന് എന്റെ പുക കാണുന്നതിൽ തീരുമാനമായി. അതെ, മതി ചിന്തിച്ചത്. വാ, വന്നിരുന്ന് കഴിക്കേ. സർ, മേ ഐ? ആ യെസ് ശങ്കർ. സർ, അവരുടെ 3 പേരുടെയും ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ആണോ? എവിടെ നോക്കട്ടെ. സർ, ഇവരുടെ പേര് റിവീൽ അല്ല സർ. അത് സാരമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ സർ. പിന്നെ സർ, റാം സാർ വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരാൻ പറയട്ടെ? ആ ഷുവർ, വരാൻ പറയൂ. ഓക്കെ സർ. മേ ഐ കം ഇൻ? ആ റാം, കം. ആ നവി, എന്തൊക്കെയുണ്ടടാ? ബിസിയാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ലടോ. പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞില്ലേ ആ മിസ്സിംഗ് കേസ്, അതിലെ ആ 3 പേരുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടെ നോക്കട്ടെ. ആ, അപ്പോ നമുക്ക് DK ഗ്രൂപ്പിലെ 3 പേരെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ആ, പക്ഷേ ഇവരെങ്ങനെ കസ്റ്റഡിയിലാക്കും? ഇനി കസ്റ്റഡിയിലാക്കിയാൽ തന്നെ ആ ജാനകി എന്ന് പറയുന്ന കുട്ടിയില്ലേ, ആ കുട്ടി മിക്കവാറും ഇവരുടെ കയ്യിലായിരിക്കും. അപ്പോ ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കാതെ വേണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ. അത് താൻ പറഞ്ഞത് ശരിയാ. താൻ ഇവിടെ ഇരിക്കേ, ഞാനൊരു കോള് ചെയ്തിട്ട് വരാം. ആ ഓക്കേടോ, താൻ പോയിട്ട് വാ. ഹലോ കാർത്തിയേട്ടാ. ആ നവി, എന്താടാ? ആ 3 ബാസ്റ്റേട്ടിന്റെ പിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ, ഞാൻ നോക്കട്ടെ. ഓ, അപ്പൊ ഇവര് 3 പേരുമാണ് കക്ഷിയല്ലേ? പിന്നെ ഏട്ടാ, കേസൊക്കെ എവിഡൻസ് എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഇവന്മാരിപ്പോ ഈ സിറ്റി വിട്ട് പോകാൻ സാധ്യതയില്ല, സോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സ്റ്റേഷനിൽ നിന്നും ശങ്കറും ഗേങ്ങും പോയിട്ടുണ്ട്. സെർച്ചിങ്ങിന് ശേഷം ഞാനും പോകും. ഏട്ടൻ കൂടെ ഒന്ന് അലേർട്ടായിരിക്കണം. ആ ശരി നവി, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ആ പിന്നെ ഇതിന്റെ അടുത്തുകൂടെ പറയണേ. ആ, ഞാൻ അവനോട് പറഞ്ഞോളാം. ആ പിന്നെ ഞങ്ങൾ എവിഡൻസ് പ്രൂഫിങ്ങിന് ഇറങ്ങുക. ശരി ഏട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ആ ഓക്കെ നവി. എന്നാ പിന്നെ റാം, നമുക്ക് ടൈം വേസ്റ്റ് ആക്കാതെ ഇറങ്ങിയാലോ? ആ ഓക്കെ നവി.
ഇതല്ലേ നവി ആ കുട്ടി പറഞ്ഞ സ്ഥലം? ഈ അമ്പലത്തിന്റെ എവിടെയാണെന്നല്ലേ പറഞ്ഞേ? ആ, ഇവിടെ നിന്ന് കുറച്ചു പോകുമ്പോ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡ് ഒരു ചെറിയ വഴിയുണ്ട്. അവിടെ എവിടെയാണെന്നാ ശങ്കർ അന്വേഷിച്ചിട്ട് പറഞ്ഞേ. ഓക്കെ ഡ്രൈവർ, വേഗം പൊയ്ക്കോളൂ. റാം പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇത് തന്നെയാടാ ഗോഡോ. എങ്കിലും വാ, നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും ഇവന്മാര് പഠിച്ച കള്ളന്മാര് തന്നെയാ. നമ്മൾ സെർച്ചിങ്ങിന് വരുമെന്ന് അറിയാമായിരിക്കും. കണ്ടില്ലേ ഗോഡൌൺ മൊത്തം കത്തിച്ചിട്ടേക്കുന്നത്. എന്നിട്ട് അവരുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് പോയിട്ടുണ്ട്. ശരിയാ, ഏത് സമയം ഒരു അന്വേഷണം അത് അവര് പ്രതീക്ഷിച്ചു കാണും. പിന്നെ മായാവധ കേസും പിന്നെ ആ മീര എന്ന് പറയുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടു പോയ കാര്യങ്ങളൊക്കെ ന്യൂസിൽ കൊടുത്തത് കൊണ്ട് തന്നെ അവന്മാർ അടുത്ത താവളം കണ്ടുപിടിച്ചു കാണും. ആ, എന്നാ പിന്നെ ഉള്ളിലോട്ട് ചെന്ന് സെർച്ച് ചെയ്താലോ? എന്തേലും തെളിവ് കിട്ടാതിരിക്കില്ല. ആ ഷുവർ, വാ നമുക്ക് പോവാം. നവി ഇങ്ങോട്ട് നോക്കിയേ, ഇതൊരു ID പ്രൂഫ് അല്ലേ? ബട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ജെറിൻ എന്നാ നെയിം കാണിക്കുന്നേ. ജെറിനോ? അല്ല, ഈ ജെറിൻ എന്ന് പറയുന്നത് ഇനി DK ഗ്രൂപ്പിൽ ആരെങ്കിലും ആയിരിക്കുമോ, അതോ ഇനി മറ്റാരെങ്കിലും ആയിരിക്കുമോ? ആ, എന്തായാലും ഒരു കാര്യം ചെയ്യ്, ഇതിനൊന്ന് കവർ ചെയ്തോളൂ. ആ ഓക്കെ നവി. റാം, ദേ ആ ബോക്സ് കണ്ടോ? അതിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? യെസ് നവി, ബി കെയർഫുൾ. റാം, ഇത് ഡ്രഗ്സ് ആണല്ലോ. ഡ്രഗ്സ് ആണ് നവി, ബട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ ഇതിനെ. നവി, ഇത് ഡ്രഗ്സ് തന്നെയാ, ബട്ട് നമ്മൾ ഉദ്ദേശിക്കും പോലത്തെ ഡ്രഗ്സ് അല്ല. ഈ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ ബോഡി പാരലൈസ്ഡ് ആകും. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ബോഡി ഫുള്ളായിട്ട് വീക്കാകും. ഐ തിങ്ക് ഇത് ഓർഗൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഒരാളുടെ ബോഡി അവർ വീക്കാക്കുന്നത് അല്ലേ? യെസ്, കറക്റ്റ്. ബട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആവശ്യമാണ്. യെസ് റാം, യു ആർ കറക്റ്റ്. ഞാനിത് മായ മർഡർ കേസിൽ നിന്നും ഐഡന്റിഫൈ ചെയ്ത കാര്യമാണ്. ഇസ് എ പെർഫെക്റ്റ് ഡോക്ടർ. പിന്നെ നവി, അവരിവിടെ കത്തിച്ചിട്ടുണ്ടെങ്കിലും ഇത് നോക്കിയേ, there are blood samples and needles. I think they worked here. ശരിയാ റാം, അവന്മാരിപ്പോ പുതിയ സേഫ് സോൺ തപ്പി പൊക്കാണ്. ബട്ട് ഒരുത്തനെയും വെറുതെ വിടാൻ പാടില്ല. അത് പറഞ്ഞത് ശരിയാ. തെറ്റ് ചെയ്തത് ആരായാലും നിയമത്തിന്റെ മുന്നിൽ അവർ വന്നേ മതിയാവും. അല്ല റാം, ഇത് നോക്കിയേ, അത് സിഗരറ്റ്സ് അല്ലേ? അല്ല, അതിലെന്താ ഒരു പൗഡർ? 1 minute നവി, ലെറ്റ് മീ ചെക്ക്. നവി, ഇത് സാധാരണ പൗഡർ തന്നെയാ നമുക്ക് പ്ലഷർ തരുന്നത്. പിന്നെ ഇത് അറിയാലോ, നമ്മുടെ ആരോഗ്യത്തിന് തന്നെ വളരെ ബാഡാണ്. പിന്നെ ഇത് യൂസ് ചെയ്താൽ സ്ഥിരബോധം പോലും ഉണ്ടാവില്ല. പിന്നെ അയാൾ എന്തൊക്കെ ചെയ്യുന്നെന്ന് അയാൾക്ക് പോലും അറിയാൻ പറ്റില്ല. ഓ, അപ്പോ ഇവന്മാരൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാ ഇമാതിരി പരിപാടിയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നേ. അല്ല റാമേ, നിന്റെ കൈക്ക് ഇത് പണിയാണല്ലോ. പിന്നല്ലാതെ. പിന്നെ നീ ഈ പണി ചെയ്യാനല്ലേ എന്നെ വിളിച്ചേ? ആ, അത് ശരിയാ. പിന്നെ കൂടുതൽ സമയം ഇവിടെ നിൽക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ പോലീസ് ഇത് എൻകൗണ്ടർ ഏരിയ ആക്കും. സോ നമുക്ക് പോവാം. യാ ഷോ. കാർത്തി, നമുക്ക് എവിഡൻസ് ചെക്ക് ചെയ്യാൻ പോണ്ടേ? ആ പോണം നവി. ബട്ട് അതിനു മുമ്പ് നോക്കിയേ, നമ്മുടെ ജാനകി തട്ടിക്കൊണ്ടുപോയവരുടെ ഫോട്ടോ നമ്മുടെ നവി സെൻഡ് ചെയ്തിട്ടുണ്ട്. എവിടെ നോക്കട്ടെ. ഓ, ദുഷ്ടന്മാര്. അല്ല, ഇവന്മാരിപ്പോ എവിടെയുണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അവന്മാര് സിറ്റി തന്നെ ഉണ്ടെന്നാ നവി പറഞ്ഞത്. ബട്ട് അവരെ കണ്ടുപിടിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല കാർത്തി. അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ്. അത് നീ പറഞ്ഞത് കറക്റ്റാ. എന്തായാലും നവീൻ ടീമും നമ്മുടെ ജാനകിയുടെ മിസ്സിംഗ് കേസ് സ്ട്രോങ് ആയി അന്വേഷിക്കുന്നുണ്ട്. ഹലോ നവി, എന്താടാ? കാർത്തി ഏട്ടാ, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നോ? ഇല്ലടാ, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആ ഏട്ടാ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത്. ഞാൻ ഇന്ന് അയച്ചു തന്നില്ലേ 3 പേരുടെ ഫോട്ടോ? അവന്മാര് 3 പേരും നിങ്ങൾ ഇന്ന് എവിഡൻസ് ചെക്കിങ് ചെയ്യാൻ പോകുന്ന മാളില്ലേ, അതിന്റെ അവിടെ എവിടെയാണ് ഉള്ളത്? ഓ, അങ്ങനെയാണല്ലേ. എന്തായാലും ഞാൻ നോക്കാം. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ 2 കേസിലെയും വ്യക്തികളെ അവന്മാര് ഈ മാളിൽ വെച്ചിട്ടാ കടത്തിക്കൊണ്ടുപോയത്. അപ്പോ മാളിലെ CCTV ഫുട്ടേജ് നോക്കുമ്പോ എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. ആ ഓക്കെ ഏട്ടാ. പിന്നെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അത് ഞങ്ങൾ നോക്കിക്കോളാം നവി, പേടിക്കണ്ട. എന്നാ ശരി. കാർത്തി, എന്തിനാ നവി വിളിച്ചത്? അവന്മാര് 3 പേരും നമ്മളിന്ന് പോകുന്ന ഷോപ്പിംഗ് മാളിന്റെ പരിസരത്ത് എവിടെയാണ് ഉള്ളതെന്ന് നമ്മളടുത്തൊന്ന് അലേർട്ടായിട്ട് ഇരിക്കാൻ പറഞ്ഞു. എന്നാ പിന്നെ നവി, ടൈം കളയണ്ട, നമുക്കങ്ങ് പോയാലോ? ഞാനിത് പോവാം. I want it.
എത്ര നാളായല്ലേടാ നമ്മൾ ഇങ്ങനെ ഒന്ന് കൂടിയിട്ട്. പിന്നല്ലാതെ ഇന്ന് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യണം. അല്ല, നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആ അത് മറന്നുപോയി പറയാൻ. ഗൗതമേ, നീ ഇത് കേൾക്കണം. നമ്മുടെ ബോസ് മിഷൻ ഏൽപ്പിച്ച കമ്പനി ഇല്ലേ, അവിടെ 4 ചിക്സ് ഉണ്ട്. ആ 4ഉം ആ ബാങ്ക്ടൺ എന്റർപ്രൈസിന്റെ അപ്സരസുകളാണ്. അത്രയ്ക്കുണ്ട് ആ 4 കാണാൻ. ആരായാലും ഒന്ന് കൊതിച്ചു പോകും ആ 4 കണ്ടാല്. സത്യം പറയാലോ ഗൗതമേ, 4ഉം ഒന്നിനൊന്നിനും മെച്ചം. അത്രയ്ക്ക് അടിപൊളിയാ. അവരെങ്ങാനും ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും അവര് മതി. പിന്നെ നമുക്ക് വേറൊന്നിന്റെയും പിറകെ പോവേണ്ട ആവശ്യം വരില്ല. അത്രയ്ക്ക് നല്ല കേസുകളാ അവര്. പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഗൗതമേ, ആ 4 അമ്മിനും വിലിനും അടുക്കുന്നില്ല. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവർ ഞങ്ങളുടെ ട്രാക്കിൽ വീഴുന്നില്ല. പിന്നെ നിനക്കറിയാലോ ഗൗതമേ, ഞങ്ങൾ ആ 4 ഈ ഡാർക്ക് കിങ്ഡത്തിന്റെ റാണിമാരാക്കിയിരിക്കും. എന്താടാ, സീരിയസ് ആണോ ഈ കേസ്? നിങ്ങൾ ഇതുവരെ ഒരു പെണ്ണിന്റെ പുറകെ ഇങ്ങനെ പോയിട്ടില്ലല്ലോ. ഗൗതമേ, മറ്റു പെമ്പിള്ളേരെ പോലെ അല്ലേ ഇവര്. ദേ ആർ സം സ്പെഷ്യൽ വൺസ്. പിന്നെ നീ ചോദിച്ചില്ലേ സീരിയസ് ആണോന്ന്? സീരിയസ് തന്നെയാ. ഓരോ ദിവസം ചെല്ലുന്തോറും അവര് ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിപ്പിക്കുക. പിന്നെ അവരടുത്ത് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഫീല് 1 നൈറ്റ് ഒരു ഗേളിനെ യൂസ് ചെയ്ത് കളയുന്നതിനെക്കാട്ടിലും വലുതാ. അത്രയ്ക്ക് ക്രേസ് ആടാ ഞങ്ങൾക്ക് അവര്. നിങ്ങൾ പറയുന്ന വെച്ചിട്ട് 4 കൊള്ളാലാടാ. കൊള്ളാമെന്നോ? അതിന് നീ അവരെ കണ്ടിട്ടില്ലല്ലോ. കാണുമ്പം മനസ്സിലാവും. പിന്നെ ഒരു കാര്യം, അവര് എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെ വരുതിയിൽ വീഴുന്നില്ല. നമ്മളുടെ കണക്ക് കൂട്ടലനുസരിച്ച് അവര് ഇതുവരെ സിംഗിളാണ്. ബട്ട് ഞങ്ങളുടെ അടുത്ത് അടുക്കാത്തോണ്ട് എന്തോ ഒരു ഡൗട്ട്. സോ ആ ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. പിന്നെ ഗൗതമേ, ഞങ്ങൾക്ക് അവളുമാരെന്ന് വെച്ച ജീവന. ഞങ്ങൾ എങ്ങനെയാ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. അവളുമാരടുത്ത് സംസാരിക്കുമ്പോ ശരിക്കും ഐ ഫീൽസ് ഹെവൻ ഗൗതം. ഓ, അപ്പൊ ശരിക്കും പറഞ്ഞ അവളുമാര് 4 നിങ്ങൾക്ക് അസ്ഥിക്ക് പിടിച്ചെന്ന് സാരം. അസ്ഥിക്കല്ലടാ, അതിലും ആഴത്തിലാ അവളുമാര് കയറി വന്നത്. ഇനി എന്ത് വില കൊടുത്തിട്ടായാലും ആരെ കൊന്നിട്ടായാലും അവളുമാരെ ഞങ്ങൾ സ്വന്തമാക്കിയിരിക്കും. ആ ഓക്കെ ഓക്കെ കൂൾ. അല്ല, ഇനി അവളുമാര് കമ്മിറ്റഡ് ആണെങ്കിലോ? നിങ്ങൾക്ക് അവളുമാര് കിട്ടിയില്ലെങ്കിലോ? നോ ഗൗതം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവർക്ക് എത്ര വേണ്ടപ്പെട്ടവരായാലും അവരെ ഞങ്ങൾ ഇല്ലാതാക്കും. അവരെ ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാവരെയും ഞങ്ങൾ നശിപ്പിക്കും. പിന്നെ ബോസ് തന്ന ഈ മിഷൻ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ വിത്തിൻ 2 days അത് ക്ലിയർ ചെയ്യണം. എന്നിട്ട് അവർ 4 പേരെയും എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിനു മുമ്പ് നീ എങ്ങനെയെങ്കിലും അവരുടെ 4 പേരുടെയും ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു തരണം ഗൗതം. അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. അതൊക്കെ എനിക്ക് വലിയ വിഷയമുള്ള കാര്യമല്ലടാ. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു തരാം. പക്ഷേ നിങ്ങൾ ഇതുവരെ അവരുടെ പേരോ അവരുടെ ഫോട്ടോയോ എനിക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഓ അതാണോ? അവരുടെ 4 പേരുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതാ. എന്താ നിനക്ക് പറ്റിയേ? നിന്റെ മുഖമൊക്കെ എന്താ പെട്ടെന്ന് മാറിയേ? നിങ്ങൾക്കൊക്കെ ഇവര് 4 പേരും ആരാണെന്ന് അറിയണം അല്ലേടാ? എന്നെ ഈ അവസ്ഥയിലാക്കാൻ കാരണക്കാരായ 4 പേരാ ഇവര്. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവര് 4 പേരെന്നോ? നീ എന്താ ഒന്ന് തെളിച്ചു പറ. മനസ്സിലാക്കി തരാം. അല്ല, നിങ്ങൾക്ക് ആരെ പറ്റി അറിയണ്ടേ? ഇവരെ 4 പേരെ പറ്റിയല്ലേ? നിങ്ങൾ സ്നേഹിക്കുന്ന ഓരോരുത്തരെ പറ്റി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ബട്ട് അതിനു മുമ്പ് നിങ്ങൾ ആരെയൊക്കെ സ്നേഹിക്കണേന്ന് എന്റെ അടുത്ത് പറയണം. ആദ്യം ഡേനെ, നീ തന്നെ പറയടാ. ആ ഗൗതമേ, ഇതാ ഞാൻ സ്നേഹിക്കുന്ന ബണ്ണി. ഇവളുടെ റിയൽ നെയിം കാവ്യ. Am I right? ആ അല്ല, അതെങ്ങനെ നിനക്കറിയാം? എങ്ങനെ അറിയാമെന്നോ? എല്ലാത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണല്ലോ. പിന്നെ നീ വിചാരിക്കും പോലെ ഇത് കാവ്യല്ല. ഇറ്റ്സ് കാവ്യ അർജുൻ. അർജുനോ? അല്ല, ഏത് അർജുൻ? ദാ ഈ അർജുൻ. പിന്നെ നീ വിചാരിക്കും പോലെ അവള് സിംഗിൾ അല്ല. ഷീസ് മാരീഡ്. ആൻഡ് യു നോ ഡേ, ഷി വാസ് മൈ ജൂനിയർ അറ്റ് കോളേജ്. ആൻഡ് റിയലി ഷീസ് എ CBCID. CBCIDയോ? ബട്ട് അവൾ ആ കമ്പനിയിലെ എംപ്ലോയി ആണല്ലോ. ഇപ്പോ അവൾ എംപ്ലോയി ആയിരിക്കും. ബട്ട് 2 വർഷം മുന്നേ അവള് CBCID ആയിരുന്നു. ഐ തിങ്ക് മാരേജിന് ശേഷം അവൾ ആ കമ്പനിയിലെ എംപ്ലോയി ആയതായിരിക്കും. പിന്നെ ജെറിൻ, എവിടെ നീ പറയുന്ന കിറ്റി? ഗൗതമേ, ഇതാടാ കിറ്റി.
Wow, nice Jarin, but she's not your kitty. She's the only property of Mr. Varun. വരുണോ? Yeah, she's Veda Varun. No, അങ്ങനെയല്ല പറയേണ്ടത്. ഷീസ് അഡ്വക്കേറ്റ് വേദ വരുൺ. എന്ത്? അഡ്വക്കേറ്റോ? യെസ് ജെറിൻ, ഞാൻ ജയിലായ ടൈമിൽ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ അവരും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാതെ പോയത്. പിന്നെ ഈ നിൽക്കുന്ന കാവ്യ എന്റെ പേരിലും എന്റെ പിള്ളേരുടെ പേരിലും പ്രിൻസിപ്പളിനെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. പിന്നെ ആ നീതുവിന്റെ കേസ് അതിവരുടെ ഫ്രണ്ടായിരുന്നു. അവർക്കെതിരെയുള്ള ഫുൾ എവിഡൻസ് തപ്പിക്കൊടുത്തത് ഈ നിൽക്കുന്ന നീ കാണിച്ചു തന്നില്ലേ, ഈ അഡ്വക്കേറ്റായ കിറ്റിയ. നീ എന്തായി പറയുന്നേ? അഡ്വക്കേറ്റോ? അപ്പോ അവളും മാരീഡ് ആണോ? ഓഫ് കോഴ്സ് ജെറിൻ, ഇതാ നോക്കിയേ. പിന്നെ നീ വിചാരിക്കും പോലെ വേറൊരു അഡ്വക്കേറ്റ് അല്ല അവള്. ഷീസ് എ ക്രിമിനൽ ലോയർ. പിന്നെ ഡെറിക്കേ, നിന്റെ ഡ്യൂട്ടി ആരാടാ? നേഹയോ അതോ കൃതികയോ? കൃതികയാടാ. ആണോ? എന്നാ നിന്റെ യഥാർത്ഥ കൃതികയെ നിനക്ക് കാണണ്ടേ? ഇതാ നോക്കിക്കേ. ആള് ഡോക്ടറാണ്. ഇവര് 4 പേരും ഓസ്ട്രേലിയയിൽ ഒന്നിച്ചാ പഠിച്ചത്. പിന്നെ നിന്റെ ഈ ക്യൂട്ടി ഇല്ലേ, അവരുടെ ശരിക്കുള്ള പേര് ഡോക്ടർ കൃതിക കിരൺ. ഗൗതമേ, ഇതൊക്കെ സത്യാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡെറിക്കെ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം. പിന്നെ ഐ തിങ്ക് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസമായി. അത് കഴിഞ്ഞ ഇവരുടെ ഭർത്താക്കന്മാര് ആ ബാങ്ക് എന്റർപ്രൈസിന്റെ സിഇഒയും MD ഒക്കെ ആയത്. നിങ്ങൾ നേരത്തെ അതൊക്കെ പറഞ്ഞപ്പോ ഇത് പറയണമായിരുന്നു. ബട്ട് ഇപ്പൊ നിങ്ങൾ ആ പിക്സ് ഒക്കെ കാണിച്ചപ്പോഴല്ലേ കാര്യങ്ങളല്ലേ എനിക്ക് മനസ്സിലായത്. അല്ല, നീയോ അവരും തമ്മിലുള്ള പ്രശ്നം എന്താ? കോളേജിലുണ്ടായ ഇഷ്യൂ ആ നിങ്ങൾക്ക് അറിയാലോ. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞ ശേഷമാ ഞാൻ ഇവരെ കാണുന്നത്. അന്ന് ഞാനൊരു എൻഗേജ്മെന്റ് കഴിക്കാൻ നിൽക്കുമായിരുന്നു. എൻഗേജ്മെന്റോ? ആ, അതൊന്നും മുടങ്ങി. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കസിൻ സിസ്റ്റേഴ്സ് ആയിരുന്നു ഇവര് 4 പേരും. അവരെന്നെ ആദ്യം കണ്ടപ്പോ എന്നെ മനസ്സിലായില്ലെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ അത് കഴിഞ്ഞ് മനസ്സിലായപ്പോ പിന്നെ വാക്ക് തർക്കവും അടിയും ബഹളവും ഒക്കെയായി. നീതും മർഡർ കേസിന് പുറമെ യുവതികളെ എന്റെ അത്യാവശ്യ കാര്യത്തിന് ഉപയോഗിക്കുന്ന ഒരു കേസും എന്റെ തലയിലായി. അന്ന് ഈ അർജുനും വരണം ചേർന്ന എന്നെ പോലീസിലേക്ക് ഏൽപ്പിച്ചത്. അതിനുശേഷം ജയിലിൽ വെച്ച് ഞാൻ അവരുടെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ പ്രത്യേകിച്ചൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ അന്ന് കോളേജിൽ വെച്ച് ആ നീതുവിന്റെ കേസ് കഴിഞ്ഞതിന് ശേഷം പ്രിൻസിപ്പള് എന്നെയും എന്റെ 4 പിള്ളേരെയും പുറത്താക്കി. പിന്നീട് അവരെ കാണുന്നത് 2-3 വർഷത്തിന് ശേഷമാ. അതിന്റെ ഇടയിൽ അവർക്ക് എന്ത് സംഭവിച്ചെന്ന കാര്യമാ എനിക്കറിയേണ്ടത്. അതായത് അവര് കോളേജ് കഴിഞ്ഞ 3 വർഷവും പിന്നെ അവര് മാരീഡ് ആയതും ആ കാര്യങ്ങളല്ലേ? അതെ, ഞാൻ ജയിലിലിരുന്ന സമയത്ത് എന്റെ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ അവര് ജോലിക്ക് കയറി. കാവ്യ CBCID ആയിട്ടും വേദ അഡ്വക്കേറ്റ് ആയിട്ടും. കാവ്യക്ക് കിട്ടുന്ന എല്ലാ കേസും വേദയാണ് ബാധിച്ചു ജയിക്കാറ്. സത്യം പറഞ്ഞ കേസിന്റെ കാര്യത്തിൽ അവര് 2 പേരും ഒറ്റക്കെട്ട. പിന്നെ കൃതിക, ഇവർക്ക് കിട്ടുന്ന കേസിന്റെ എവിഡൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്ത് കൊടുക്കുന്ന ദ പെർഫെക്റ്റ് ഡോക്ടർ. പിന്നെ ഡേവിഡേ, നിനക്കറിയണ്ടേ നിന്റെ നേഹയുടെ ജോലി എന്താണെന്ന്? അല്ല, അപ്പോ നേഹയും? യെസ്, ഷീസ് എ മക്ഷോട്ടർ. ഐ മീൻ, ഈ കേസിന്റെ തെളിവുകളെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് ക്യാമറയിൽ പകർത്തിയെടുക്കുന്ന നല്ല അടിപൊളി പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ റിപ്പോർട്ടർ. പിന്നെ നിന്റെ ഈ ബ്യൂട്ടി പ്രിൻസും മാരീഡ് ആണ് കേട്ടോ. എന്ത്? മാരീഡോ? ദാ നോക്കിക്കേ. ഇവർ പഠിച്ചതിന് ശേഷം 2 വർഷമേ ജോലി ചെയ്തോളൂ, അതും ഓസ്ട്രേലിയയിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തത്. പിന്നെ അവര് നാട്ടിലേക്ക് വന്നു, അതായത് മുംബൈയിലേക്ക്. പിന്നെ അത് കഴിഞ്ഞ് ആ ബാങ്ക്ടൺ എന്റർപ്രൈസ് ഇവരാ നോക്കി നടത്തിയത്. അതായത് ഇപ്പൊ ഇരിക്കുന്ന CEO കൃതികിന്റെ സ്ഥാനത്ത് നേഹയും, MDയുടെ സ്ഥാനത്ത് കാവ്യയും, മാനേജറിന്റെ സ്ഥാനത്ത് വേദയും, അസോസിയേറ്റ് മാനേജറിന്റെ സ്ഥാനത്ത് കൃതികയുമാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് അവർ ഈ ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. അതുപോലെ തന്നെ അവരുടെ മാരേജിനും 2-3 മാസം മുമ്പാണ് ഈ പോസ്റ്റ് എല്ലാം അവരുടെ ഭർത്താക്കന്മാരായ കൃതികിന്റെയും വരുണിന്റെയും കിരണിന്റെയും അർജുന്റെയും കയ്യിൽ പോയത്. എന്നിട്ട് അവരെന്തിനാണ് ആ കമ്പനിയിൽ തന്നെ എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്തതെന്ന് അറിയില്ല. അത് പിന്നെ മാരേജിന് ശേഷം ഭാര്യമാര് കമ്പനി നോക്കുന്നതിനെക്കാട്ടിലും അവരുടെ ഹസ്ബൻഡ് കമ്പനി നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നിക്കാണും. അപ്പോ അതുകൊണ്ടായിരിക്കും അവർ ആ പോസ്റ്റ് എല്ലാം അവരുടെ ഭർത്താക്കന്മാർക്ക് കൊടുത്തത്. അതും ശരിയാണ് ഡേവിഡ്. ബട്ട് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇവർ ഈ എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടാവും. ഗൗതമേ, അപ്പോ ഈ ബാങ്ക്ടൺ എന്റർപ്രൈസസിന്റെ ഓണർഷിപ്പ് ഡോക്യുമെന്റ് എല്ലാം ഈ 4 പേരുടെ പേരിലായിരിക്കും അല്ലേ ഉള്ളത്? എന്തായാലും ആ പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഡോക്യുമെന്റ് അവരുടെ ഭർത്താക്കന്മാരുടെ പേരിലായിരിക്കില്ല.
കാരണം ആ ബാങ്ക്ടൺ എന്റർപ്രൈസിന്റെ റിയൽ ഓണേഴ്സ് ഈ 4 ഗേൾസും ആണ്. അപ്പോൾ എന്ത് വന്നാലും ആ പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഡോക്യുമെന്റ് ഈ 4 ഗേൾസിന്റെയും പേരിലായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ 4 അച്ഛന്റെ അമ്മയുടെ മക്കളാണെങ്കിലും ഇവരെല്ലാം ഒരു ഒറ്റ ബ്ലഡാ. ശരിക്കും പറഞ്ഞാൽ ദേ ആർ സ്ട്രോങ് അറ്റ് ദെയർ ബ്ലഡ് ബോണ്ട്. ഓക്കെ, പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഇവരുടെ പേരിലല്ലെങ്കിൽ പിന്നെ ആ ഫയൽ എവിടെ? സാധാരണ അത് കമ്പനി കാണേണ്ടതല്ലേ? നോ ജെറിൻ, നീ വിചാരിക്കും പോലെ ആ 4 നിസ്സാരക്കാരല്ല. ദേ ആർ വെരി ഇന്റലിജന്റ്. എന്റെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് ആ പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഫയല് അവരുടെ കയ്യിൽ തന്നെ കാണും. അതന്വേഷിക്കാനാ ബോസ് നിന്നേക്ക് അവിടെ അയച്ചത്. അല്ല ഗൗതമേ, അപ്പോ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അതിന് നീ അവരുടെ പേരൻസിന്റെ കഥ കേൾക്കണം. പിന്നെ ഇവരുടെ ഭർത്താക്കന്മാരെന്ന് പറയുന്നത് സഹോദരന്മാര് കൂടെയാണ്. സഹോദരന്മാരോ? അല്ല, അതെങ്ങനെയാ? അതായത് ഈ കാവ്യയുടെ ബ്രദർ എന്ന് പറയുന്നതാണ് കിരണും വരുണും. പിന്നെ വേദിയുടെ ബ്രദറാണ് അർജുൻ. പിന്നെ നേഹയ്ക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ഒന്ന് നിതിനും ഒന്ന് നവനീതും. അതിൽ നിതിൻ ഇവിടുത്തെ ഫോറൻസിക് ഓഫീസറാണ്, നവനീത് ഇവിടുത്തെ SI ആണ്. പിന്നെ ഉള്ളത് കൃതിക. കൃതികയ്ക്ക് 3 ബ്രദേഴ്സ് ആണ്. ഒന്ന് കൃത്തിക്കും കാർത്തിക്കും ഋത്തിക്കും. അതില് കൃത്തിക്കാണ് ബാങ്ക്ടൺ എന്റർപ്രൈസിലെ CEO. പിന്നെ കാർത്തിക്ക് ഫോറൻസിക് ഓഫീസറാണ്. പിന്നെയുള്ളത് ഋത്തിക്ക്. ആള് ഫോറിനിലാണ്. ആളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. പിന്നെ ഇവര് മാരീഡ് ആവുന്ന കഥ കേൾക്കണമെങ്കിൽ ഇവരുടെ അച്ഛന്റെ അമ്മയുടെയും കഥ മുതലേ കേൾക്കണം. ഓ, അപ്പോ നമ്മൾ വിചാരിക്കും പോലെ ഒറ്റയ്ക്കല്ല ഇവര്. ഇവർക്ക് പിന്നെ വലിയൊരു റെസിസ്റ്റിംഗ് പവറും പ്രൊട്ടക്ടിംഗ് പവറും ഉണ്ടല്ലേ? അങ്ങനെ പറയുകയാണെങ്കിൽ നിലവിലിപ്പോ കൃതികയുടെ പാരന്റ്സ് മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ. ഓ, അപ്പോ ഇനിയാണ് ശരിക്കുള്ള കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? കഥയല്ല, റിയൽ ഗെയിം. ആദ്യം എന്നെ ജയിലിലാക്കിയ ആ 4നെയും തീർക്കണം, പ്രത്യേകിച്ച് കാവ്യയും വേദയും. നോ ഗൗതം, നിനക്ക് അവളെ തൊടാൻ പോലും സാധിക്കില്ല. ബിക്കോസ് ദേ ആർ അവർ ഗേൾസ്. ഇനി ആരെയൊക്കെ കെട്ടിയാലും ഏവനെയൊക്കെ ആയാലും അവളുമാര് ഇനി ഞങ്ങൾക്കുള്ളതാ. അതിനി ആരെ കൊന്നിട്ടായാലും ഇനിയുള്ള ജീവിതം അവളുമാര് ഞങ്ങളുടെ കൂടെ ജീവിക്കും. വേണ്ടി വന്നാൽ അവളുമാർക്ക് വേണ്ടി അവളുടെ കുടുംബത്തെ വരെ ഇല്ലാതാക്കും ഞങ്ങൾ. ഞങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒന്നിനെ ഞങ്ങൾ ഈ ഭൂമിയിൽ വാഴിക്കില്ല. ഞങ്ങൾ അവരെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെത്ര മറ്റവരാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ അവരെ എല്ലാം നശിപ്പിക്കും. എന്നിട്ട് ആ 4നെ ഞങ്ങൾ സ്വന്തമാക്കും. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമുള്ള കാര്യമല്ലെന്നറിയാം ഗൗതം. ബട്ട് എന്ത് വന്നാലും, ഞങ്ങൾക്ക് മരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ കൂടെ അവരെയും കൊണ്ടേ ഞങ്ങൾ പോകുള്ളൂ. പിന്നെ ഇനി 2 ദിവസമേ ഉള്ളൂ ഈ കളി അവസാനിക്കാൻ. സോ അവരുടെ കൂടെ നിന്ന് വേണം നമുക്ക് അന്വേഷിക്കാൻ. ഈ മിഷൻ പൂർത്തിയാവുന്നതിന് മുമ്പ് അവര് നമുക്ക് സ്വന്തമായിരിക്കണം. ജെറിൻ, നീ ഒന്ന് കൂടാകും. ആദ്യം ആ ഫയലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ആ ഫയലുള്ള സ്ഥലം ആരെക്കാൾ നന്നായിട്ട് അവർക്ക് അറിയായിരിക്കും. ഐ തിങ്ക് ദേ ആർ ഹോൾഡ് ഇറ്റ്. ശരിയാ, ഉടനെ തന്നെ എല്ലാം കണ്ടുപിടിക്കണം. ബട്ട് അതിനു മുമ്പ് ഒരു കാര്യം, ഇവരെന്തിനാ ഇവരുടെ ജോലി കളഞ്ഞ് ഈ കമ്പനിയിൽ എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? അതിനു പിന്നിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ? എന്തായാലും അവർ ഒരുപാട് കാര്യങ്ങൾ അവരെ ഭർത്താക്കന്മാരിൽ നിന്ന് പോലും മറക്കുന്നുണ്ട്. സോ അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് അവളുടെ കഴുത്തിൽ കണ്ട ആ താലിയെ പൊട്ടിച്ചെറിഞ്ഞ് അവള് എന്റേത് മാത്രമാക്കി മാറ്റണം. ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. എന്തുണ്ടെങ്കിലും ഉടനെ തന്നെ അത് ചെയ്തു തീർക്കണം. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. കാർത്തി, നമ്മുടെ കേസിന്റെ എവിഡൻസ് കിട്ടിയെങ്കിലും നമ്മുടെ ജാനകിയുടെ കാര്യത്തിൽ ഒന്നും ആയില്ലല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? നീ വിഷമിക്കാതെ ഇതിനെ. നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ദൈവം തന്നെ നമുക്ക് അവന്മാരെ കാണിച്ചു തരും. ആ, ദൈവം കാണിച്ചു തന്നാ മതിയായിരുന്നു. അങ്ങനെയൊന്നും അവന്മാരെ ദൈവം വളരാൻ സമ്മതിക്കില്ല. എന്നാ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് സമയം കളയണ്ട, ഓഫീസിലോട്ട് പോയാലോ? ആ ശരിയാ, വാ നമുക്ക് പോവാം. അയ്യോ, എന്താണിതിനെ? എന്താ പറ്റിയേ? കാർത്തി, എന്റെ ഫോൺ ഞാൻ CCTV റൂമിൽ വെച്ച് മറന്നുപോയി. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫയലെല്ലാം നീ സൂക്ഷിച്ചു വെച്ചോ. ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. ആ അതായിരുന്നു. ആ ഞാൻ ഇവിടെ നിന്നോളാം, നീ പോയി പെട്ടെന്ന് എടുത്തിട്ട് വാ. ആ എന്തായാലും ആ ഇനി വരാൻ കുറെ സമയമാവും. എന്തായാലും കാരണം ഒന്ന് മാറ്റിയിട്ടേക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്നെ പണിയാവും. ആ അല്ല, ഇത് അവനല്ലേ? കാർത്തി, നമുക്ക് പോവാം. നീ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നേ. എന്താ കാർത്തി, എന്താ പ്രശ്നം? എടാ, ഇത് അവനാ. നവി അയച്ചെന്നില്ലേ? ആ പിക്കിലുള്ള ഒരുത്തൻ തോ പോകുന്നു. വാ, നമുക്ക് അവര് പുറകെ പോവാം. ആണോ? എന്നാ പിന്നെ നീ പെട്ടെന്ന് വണ്ടി എടുക്കും. വാ.
നീയൊക്കെ ഏതാടാ? കൊറേ നേരമായല്ലോ ഞങ്ങളുടെ പുറകെ വരാൻ തുടങ്ങിയിട്ട്. നിനക്കൊക്കെ ഞങ്ങൾ ആരാണെന്ന് അറിയണം അല്ലേടാ? അറിയിച്ചു തരാം. ആ, ദേഷ്യപ്പെടുന്നോ? ഓ, അപ്പൊ കൈക്ക് പണിയുണ്ടാക്കാൻ വന്നതാണല്ലേ? ജാനകി എവിടെയാടാ? ജാനകിയോ? ഏത് ജാനകി? നീയൊക്കെ ചേർന്ന് കൊല്ലാൻ കൊണ്ടുപോയ ജാനകി എവിടെന്നാ ചോദിച്ചേ. ഓ ഓ ഓ, നിങ്ങൾ ജാനകിയെ തിരക്കി വന്നതാണല്ലേ? ആ, ദേ ജാനകി ആ കാറിന്റെ ഡിക്കിയിലുണ്ട്. ഒരു അരമണിക്കൂറൂടെ കഴിഞ്ഞാ ഞങ്ങളുടെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കടാ. യു ബാസ്റ്റഡ്. നിന്നെയൊക്കെ ഞാൻ ഇന്ന് കാർത്തി സൂക്ഷിച്ച്. നിതിനെ, നവിയെ വിളിക്കേ. ആ, ഞാൻ വിളിക്കുക. ഹലോ, എടാ നവി, ഞാനാടാ നിതിൻ. ആ, എന്താടാ, എന്താ പറ്റേ? ഡാ, ജാനകി കിട്ടിയിട്ടുണ്ട്, പിന്നെ മറ്റേ മൂന്നെണ്ണത്തിനെയും കിട്ടിയിട്ടുണ്ട്. നീ പെട്ടെന്ന് നിന്റെ പോലീസിനെയും കൊണ്ട് ആ മാളിന്റെ സൈഡിലുള്ള ബ്രിഡ്ജിന്റെ അവിടെ വരാൻ പറ. ആ, ശരിടാ, ഞാൻ ഇപ്പൊ പറഞ്ഞു വിടാ അവരെ. ആ, പിന്നെ അവര് വന്നു കഴിഞ്ഞാൽ ജാനകിയും കൊണ്ട് ഞങ്ങൾ സിറ്റി ഹോസ്പിറ്റലിൽ പോകും. നീ അവിടേക്ക് പിന്നീട് വന്നാ മതി. ആ, ശരി നിതിനെ, ഞാൻ പെട്ടെന്ന് വരാം. ആ, ശരി. ശങ്കർ. യെസ് സർ. ജാനകി കിട്ടിയിട്ടുണ്ട്. സോ താൻ ജാനകിയുടെ അച്ഛനെ വിളിച്ച് ജാനകി സേഫ് ആണെന്നും പിന്നെ സിറ്റി ഹോസ്പിറ്റലിൽ പോകാനും പറയണം. പിന്നെ അവന്മാര് മൂന്നെണ്ണത്തിനെയും കിട്ടിയിട്ടുണ്ട്. ആ മാളിന്റെ അടുത്തുള്ള ബ്രിഡ്ജില്ലേ, അതിന്റെ താഴെയുണ്ട്. സോ നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടണം. ഓക്കെ സാർ. പിന്നെ ഒരു അർജന്റ് മാറ്റർ പറയാനുണ്ട് സാർ. എന്താ ശങ്കർ? സാർ, പുതിയ DGPയുടെ അസിസ്റ്റന്റ് വിളിച്ചായിരുന്നു. അദ്ദേഹം നാളെ ഇവിടെ ചാർജ് എടുക്കുമെന്ന്. സോ രാവിലെ 10 മണിക്ക് ഈ ഫയലുമായിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു. ആ, അത് നേരത്തെ എനിക്ക് അവിടെ നിന്ന് ഫാക്സ് വന്നായിരുന്നു. ഇനി മുതൽ ഞാനും DGP ആയിരിക്കും ഈ കേസ് നോക്കുന്നത്. പിന്നെ വാ ഇപ്പോ. ഷുവർ സാർ. ഹലോ. ആ, കാവ്യ, ഇത് ഞാനാ. ആ സാർ, എന്താ സാർ വിളിച്ചേ? നമുക്ക് ഈവനിങ് ഒന്ന് കാണണമല്ലോടോ. എന്താ സാർ, എന്തെങ്കിലും അർജന്റ് കേസാണോ? നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട്. സോ ഇറ്റ്സ് അർജന്റ്. ഷുവർ സാർ. എവിടെ വെച്ച് മീറ്റ് ചെയ്യണം സാർ? താൻ എന്റെ ഓഫീസിൽ വന്ന് മീറ്റ് ചെയ്താൽ മതി. പിന്നെ വരുമ്പോ കൂടെ വേദയും വേണം. ഷുവർ സാർ, ഞങ്ങൾ വരാം. ഓക്കെ. വേദ. ആ, എന്താ കാവ്യ? നമുക്ക് ഈവനിങ് ഒരു സ്ഥലം വരെ പോണം. ഈവനിങ്ങോ? എങ്ങോട്ടാ പോകുന്നേ? സിദ്ധാർത്ഥ് സാറിന്റെ അടുത്ത്. എന്താ കാവ്യ, എന്തേലും പ്രശ്നമുണ്ടോ? അതറിയില്ല കുക്കു, സാറിന് എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു. കാവ്യ, നമ്മളെ കാര്യത്തെ പറ്റിയാണോ? അതെ നേഹ, പക്ഷേ ഈവനിങ് ഞങ്ങൾ എങ്ങനെ പോകും? അല്ല, അങ്കിളുടെ ഓഫീസിൽ പോകാനാണോ പറഞ്ഞേ? അതെ വേദ, ഓഫീസിൽ ചെല്ലാനാ പറഞ്ഞേ. പക്ഷേ ഇവിടെ ഉള്ളവരടുത്ത് എന്ത് പറയും നമ്മള്? അങ്കിളങ്ങനെ വെറുതെ ഒന്നും വിളിക്കില്ല. എന്തേലും കാര്യം കാണും. എന്ത് വന്നാലും നിങ്ങൾ അവിടെ പോയേ പറ്റും. അതറിയാം കുക്കു, ബട്ട് സാറിന്റെ അടുത്ത് എങ്ങനെ പോകും? അതിനൊരു വഴിയുണ്ട്. ഇപ്പോ നവിയേട്ടൻ വിളിച്ചിരുന്നു നമ്മുടെ ജാനകിയെ കിട്ടിയെന്ന്. അവളിപ്പോ സിറ്റി ഹോസ്പിറ്റലിലുണ്ടെന്ന്. അപ്പോ നമുക്ക് അവളെ കാണുമെന്ന് പറഞ്ഞിറങ്ങാം. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. ബാക്കിയുള്ള ഇവിടുത്തെ കാര്യം ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഓ, അങ്ങനെയാണോ? എന്നാ പിന്നെ ഞങ്ങൾ ചെന്ന് അർജുനേട്ടനോടും വർണ്ണേട്ടനോടും പറഞ്ഞിട്ട് പോവാം. ശരി, പെട്ടെന്ന് പോകാൻ നോക്ക്. മേ ഐ കം ഇൻ സർ?